എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു തേങ്ങാ ചട്നി അരച്ചാലോ? ഇഡ്ലിക്കും ദോശക്കെല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷനായത്. ഇനി സാമ്പാറോ വേറെ ഉള്ളിച്ചട്നിയോ എന്തുണ്ടായാലും ഇതുണ്ടായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യാം. എരിവും കുറവല്ലേ. അപ്പോൾ അതിന് എന്തെല്ലാം വേണ്ടത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു പച്ചമുളകേ വേണ്ടു കേട്ടോ ഈ എരിവിന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി, പിന്നെ 3 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില തണ്ടോട് കൂടി എടുത്താൽ കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് പൊട്ടുകടല. ഇതും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ആദ്യം വെള്ളം ഒഴിക്കണ്ടേ. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് അരഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. കണ്ടോ, അത് വെള്ളം മതിയായിട്ടില്ല. കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ 1/4 കപ്പ് വെള്ളത്തോട് കൂടി തന്നെ കട്ടിയിലും എടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് താളിച്ചെടുക്കാം. ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്തെണ്ണയാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയ ഉടനെ 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളക് നുള്ളി പറിച്ചിട്ട് ഒരു 3-4 കഷ്ണാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൊരിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില. എൻ്റെ മോൻ പറയും അമ്മക്കാരോ കറിവേപ്പിലയിൽ കൂടോത്രം ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞാൽ നമുക്ക് ഈ ചട്നിയിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ചട്നി റെഡി. കണ്ടോ, ഇത് ഈ ചൂടോട് കൂടി ഇളക്കാൻ പാടില്ല. ഈ താളിച്ചത് മേലെ തന്നെ നിന്നാലല്ലേ ഒരു ഡെക്കറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് നേരം തണിയാൻ വെക്കും. തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കുള്ളൂ. നല്ലോണം വണ്ടിയെല്ലാം വന്ന് നിൽക്കുന്ന ഒച്ച പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടല്ലേ. നമുക്കിവിടെ ഗൊലു അല്ലേ, മറ്റേ നവരാത്രീൻ്റെ അത് ഇവിടെ കുറേ അയ്യർമാരുടെ വീടുള്ളതുകൊണ്ട് കുറേ ആളിങ്ങനെ കാണാൻ വരുന്ന ഒച്ചപ്പാട് തന്നെയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭാഗത്ത് നടക്കട്ടെ, നമ്മളത് ഒരു ഭാഗത്ത് നടക്കട്ടെ. എല്ലാവരും ഇതെല്ലാം കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.